ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സിപിഎം നേതാവുമായ പത്മകുമാറിനോട് വിശദീകരണം തേടി സിപിഎം. തപാൽ വഴിയാണ് ജില്ലാ നേതൃത്വം നോട്ടീസ് അയച്ചത്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതിൽ വിശദീകരണം തേടിയാണ് നോട്ടീസ്. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, അപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇത്ര വൈകി പാർട്ടി എന്നുള്ളതാണ്. അശ്വതി, തീർച്ചയായും എന്തായാലും സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യത്തിലിറങ്ങിക്കുന്ന പത്മകുമാറിന്റെ എതിരെയാണ് ഇപ്പോൾ നോട്ടീസ് ജില്ലാ നേതൃത്വം ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിശദീകരണം തേടിക്കൊണ്ടുള്ള കത്താണ് തപാൽ മുഖേനയാണ് അയച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനൊരു കൃത്യമായ ഒരു വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് നൽകിയതിനു ശേഷം ഒരു പക്ഷേ കൃത്യമായ ഒരു വിശദീകരണമല്ല പത്മകുമാർ നൽകിയിട്ടുള്ളതെങ്കിൽ ഒരു പക്ഷേ നടപടി ഉണ്ടാകാനും സാധ്യതയുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു ഘട്ടം കൂടിയുണ്ട്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിപക്ഷ UDF-നും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ പാർട്ടി CPM-നെ കടന്നാക്രമിക്കുന്ന തരത്തിലേക്കൊരു കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അപ്പോഴെല്ലാം പത്മകുമാറിനൊപ്പമാണ് പാർട്ടി നിന്നിട്ടുള്ളത്. എന്തായാലും തുടർച്ചയായി പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലും ഒപ്പം ഈ ജില്ലാ കമ്മിറ്റി നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒക്കെ ഉൾപ്പെടുത്താത്തതിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ചില പ്രതികരണങ്ങൾ പത്മകുമാർ നടത്തിയിരുന്നു. അതിന്റെ എല്ലാ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഈ സ്വർണ്ണക്കൊള്ള കേസ് വരുന്നത്. അത്തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പല തരത്തിലുള്ള നടപടികൾ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടിയെ പ്രതിസ്ഥാനത്ത് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലാണ് ജില്ലാ നേതൃത്വം ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ളത്. പാർട്ടി വിശദീകരണം, അത് കൃത്യമായ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതിന് ആ വിശദീകരണം ലഭിച്ചതിന് ശേഷം അത് തൃപ്തികരമല്ല എങ്കിൽ ഒരു പക്ഷേ കർശന നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിരിക്കുന്നതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഇത് എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ UDF ഇതിന് പ്രധാന ആയുധമാക്കി പ്രചരണ രംഗത്തുണ്ടാകും. സ്വർണ്ണക്കൊള്ള കേസ് ഇത് വളരെ രീതിയിൽ CPM-നെതിരായി ഇത് തിരിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പ്രധാന വിഷയമായിരിക്കും. അതെല്ലാം ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു പക്ഷേ പത്മകുമാറിനെ CPM കൈവിടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വരെ ഉണ്ടാകാനുള്ള സാധ്യതയ്ക്ക് ഒരുപക്ഷെ ഉണ്ടാകും. എന്തായാലും അതിന് കൃത്യമായ ഒരു മറുപടി ഈ കത്തിൽ ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് മുന്നോടിയായി തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ജില്ലാ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പ്, ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ ഇപ്പോൾ നിലവിലുള്ളത്. ആ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പത്മകുമാറിനെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്താക്കിയിരുന്നു. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പത്മകുമാർ അറിയാതിരിക്കാനും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും മാറ്റിയിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നോട്ടീസ് കൂടി നൽകിയിട്ടുള്ളത്. ഈ നോട്ടീസിൽ കൃത്യമായ ഒരു വിവരണം, സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം 3 മാസത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ജയിലിലായിരുന്നു. അതിനുശേഷമാണ് ജാമ്യത്തിലിറങ്ങി ഇപ്പോൾ വീട്ടിലാണ് പത്മകുമാർ വിശ്രമിക്കുന്നത്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ആ നോട്ടീസിന് കൃത്യമായ വിശദീകരണം നൽകുക എന്നുള്ളതാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അതിന് തൃപ്തികരമല്ലെങ്കിൽ പാർട്ടി നിർവിഷയെ പത്മകുമാർ പുറത്താക്കാൻ സാധ്യതയുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പലതരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നോട്ടീസ് നൽകിയിട്ടുള്ളത്. അനുശ്രീ ശശിനാരായൺ, പിന്നെ ഈ നോട്ടീസിൽ പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളിലാണ് വിശദീകരണം തേടിയിട്ടുള്ളത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്? അതുപോലെ തന്നെ എപ്പോഴേക്കാണ് ഇതിൽ മറുപടി നൽകാൻ സാധ്യത? അനുശ്രീ, തീർച്ചയായും ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടി ഇതുവരെ പ്രതിരോധം തീർത്തുകൊണ്ട് ഈ പത്മകുമാറിന് പങ്കില്ല എന്ന തരത്തിലാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടി ഇതുവരെയും പലതരത്തിലുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. അതായത് പത്മകുമാറിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് പത്മകുമാർ പ്രതിയല്ല സംശയത്തിന്റെ പേരിലാണ് മറ്റു കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും വ്യക്തമാക്കിയിട്ട് ജില്ലാ സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയിട്ട് പ്രതി ചേർക്കട്ടെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങട്ടെ, അതിനുശേഷമാകാം നടപടി എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിലാണ് പാർട്ടി ഇതുവരെയും ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിന് അനുകൂലമായുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ആ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുന്ന പശ്ചാത്തലത്തിലാണ് അത് പ്രചരണ ആയുധമായി UDF അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇത് ഉയർത്തുമെന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് BJP-യും UDF-ഉം ഇത് കൃത്യമായി തെരഞ്ഞെടുപ്പിന് പ്രയോഗിക്കും എന്നുള്ള കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ വിശദീകരണം എന്താണ് സംഭവിച്ചിരിക്കുന്നത് സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനുണ്ടായത് എന്നുള്ള കാര്യം കൃത്യമായി പാർട്ടി
വിശദീകരണം ചോദിച്ചത്. അത് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് പാർട്ടിയെ പ്രതിസ്ഥാനത്തേക്ക് നിർത്തേണ്ട സാഹചര്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് കൃത്യമായ ഒരു വിശദീകരണമാണ് ആവശ്യപ്പെട്ടുള്ളത്. എന്താണെന്നുള്ള കാര്യം കൃത്യം കത്തിലെ സൂചന തപാൽ മുഖേനയാണ് ലഭിച്ചിട്ടുള്ളത്. എന്താണെന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് അറിയില്ല. പക്ഷേ ഈ കത്ത് അയച്ചു എന്നുള്ള കാര്യം കൃത്യമാണ്. അത് പത്മകുമാറിന് ലഭിച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ള കാര്യം അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടുള്ളത്. അത് നൽകിയില്ലെങ്കിൽ ഒരുപക്ഷെ പത്മകുമാറിനെതിരെ കർശന നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പാർട്ടിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണ ആയുധം എന്ന നിലയ്ക്ക് ഈ പ്രതിപക്ഷ UDF അടക്കം ഇത് ഉന്നയിക്കുമ്പോൾ പശ്ചാത്തലത്തിലാണ് പത്മകുമാറിനെതിരെ ഇത്തരമൊരു സാധ്യതയിലേക്ക് പോകുക. അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പത്മകുമാറിനെ പാർട്ടിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പത്മകുമാറിനെ പുറത്താക്കിയത്. ജില്ലാ കമ്മിറ്റിയിൽ നടക്കുന്ന വിവരങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ, പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ പത്മകുമാറിനെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തപാൽ മുഖേന ഈ സ്വർണ്ണക്കൊള്ള കേസിൽ കത്ത് അയച്ചുള്ളത്. അതിന് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടുള്ളത്. അനുശ്രീ ശശിനാരായൺ, അതുപോലെ തന്നെ ഈ പത്മകുമാറിനെ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം പതിവായി ഉയർന്നു വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത ഒരു സാഹചര്യത്തിൽ അതുകൂടി മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ പാർട്ടി നോട്ടീസ് അയച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുറത്താക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലല്ലേ? അനുശ്രീ, തീർച്ചയായും പുറത്താക്കാനുള്ള സാധ്യതയും കാണുന്നത്. കാരണം ഇതുവരെയും പാർട്ടി പ്രതിരോധം തീർത്ത് പത്മകുമാർ ഇതിൽ പങ്കില്ല എന്നുള്ള കാര്യം പറഞ്ഞാണ് ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ പത്മകുമാറിന്റെ സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കില്ല. അങ്ങനെ പ്രതിയാക്കി ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കാം, അല്ലെങ്കിൽ നടപടിയെടുക്കാം എന്നുള്ള തീരുമാനത്തിലാണ് പാർട്ടി നിലനിന്നിട്ടുള്ളത്. പക്ഷേ അതേസമയം എന്തെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പത്മകുമാറിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു വിശദീകരണം, പാർട്ടിക്ക് തൃപ്തികരമാകുന്ന ഒരു മറുപടി പത്മകുമാറിന് ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല എങ്കിൽ ഒരുപക്ഷെ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പാണ് പ്രധാന കാര്യം. ആ തെരഞ്ഞെടുപ്പിൽ ഇത് UDFും BJPയും ഇതൊരു പ്രചരണ ആയുധമായി മാറ്റുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള കേസ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഈ സ്വർണ്ണക്കൊള്ള കേസ് പ്രതിഫലിച്ചു എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ പത്മകുമാർ ഇത് പ്രധാന ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസ് നടന്നിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കൃത്യമായൊരു വിശദീകരണം പത്മകുമാറിന് നൽകാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ കത്ത് നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തൃപ്തികരമല്ലെങ്കിൽ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാലഘട്ടത്തിൽ കൃത്യമായ നടപടിക്ക് സാധ്യത. അത് വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ പലപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റായ സമയത്തും പാർട്ടിയെ യുവതീ പ്രവേശന കാലഘട്ടത്തിലും പത്മകുമാർ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകൾ നടത്തിയിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുത്താതിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു. അങ്ങനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്താക്കിയിരുന്നു കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലും. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അതൃപ്തി പത്മകുമാറിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം കൃത്യമായ വിമർശനം പാർട്ടിക്ക് വിമർശിച്ചുകൊണ്ട് പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു വിവരം, വിശദീകരണം ഇത് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാർ നൽകുന്ന ഒരു അവസരമാണ് നൽകുന്നത്. അതിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകിയാൽ അത് പാർട്ടി വിലയിരുത്തിയതിനു ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ. എന്തായാലും ഈ തപാൽ മുഖേനയാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നത്. അതിനുശേഷമായിരിക്കും പാർട്ടി തീരുമാനമെടുക്കുക. ശരി, ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ.